ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ പ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം സംഖ്യാപുസ്തകം 26 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 23 അധ്യായം 25 വാക്യം. അപ്പോൾ ബാലാക്ക് ബിലയാമിനോട് അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. മോവാബ്യനായ ഒരു രാജാവായിരുന്നു ബാലാക്ക്. ഇസ്രായേൽ ജനങ്ങൾ കനാൻ ദേശത്തിലേക്കുള്ള യാത്രാമധ്യേ അമാലേക്യരെ തോൽപ്പിച്ചിരുന്നു. അതിനാൽ മോവാബിനെയും തോൽപ്പിക്കുമെന്ന് ഭയന്ന് ബിലയാം എന്ന ദർശകനെ ഏർപ്പാട് ചെയ്ത രാജാവായിരുന്നു ബാലാക്ക്. എന്നാൽ ദർശകൻ എന്ന പദത്തിന് പ്രവാചകൻ എന്ന ഒരു അർത്ഥവും ഉണ്ട്. ദൈവപുരുഷൻ എന്നാൽ ഭക്തനായ ഒരു മനുഷ്യനെന്നല്ല, മറിച്ച് ദൈവികമായ ശക്തിയുള്ളവൻ എന്നാണ് അർത്ഥം. ഇവർക്ക് അനുഗ്രഹം ആശംസിക്കുവാനും ശപിക്കുവാനുമുള്ള കഴിവ് ഉണ്ട്. അതിനാൽ ജനങ്ങൾ ഇവരുടെ സഹായം തേടുകയും അവരെ ഭയപ്പെടുകയും ചെയ്തിരുന്നു. സാധാരണക്കാരൻ്റെ അറിവിൽപ്പെടാത്ത കാര്യങ്ങൾ ദർശകന് അറിയാമായിരുന്നു. ലക്ഷണങ്ങൾ നോക്കിയോ മറ്റുപാധികൾ വഴിയോ ആണ് ഈ അസാധാരണമായ കഴിവ് അവർ കൈവശമാക്കിയതെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഏതായാലും ഈ സംഭവം രാജാവായ ബാലാക്കിന് അനുകൂലമായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ പ്രഭാതത്തിൽ ബാലാക്കിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ശത്രുപക്ഷത്ത് നിൽക്കുന്നവരെ നശിപ്പിക്കുവാനുള്ള മനസ്സ്. രാജാവായ ബാലാക്ക് തൻ്റെ ശത്രുപക്ഷമായാണ് ഇസ്രായേലിനെ കാണുന്നത്. അതിനാൽ മോവാബിലെത്തിയ ബിലയാമിന് വൻപിച്ച ഇസ്രായേൽ ജനതയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. അവരെ ശപിക്കുക അഥവാ നശിപ്പിക്കുക എന്നതായിരുന്നു ബിലയാമിന് ലഭിച്ച കർത്തവ്യം. അങ്ങനെ മന്ത്രവാദി എന്ന നിലയ്ക്ക് തൻ്റെ കർത്തവ്യം നിറവേറ്റുവാൻ യാഗപീഠങ്ങൾ പണിത് ആടുകളെയും കാളകളെയും ദഹനയാഗമായി അർപ്പിക്കുവാൻ ബിലയാം മോവാബ് രാജാവായ ബാലാക്കിനോട് ആവശ്യപ്പെട്ടത് പ്രകാരം രാജാവ് അപ്രകാരം തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ രാജാവ് പ്രതീക്ഷിച്ചിരുന്നതിന് വിപരീതമായി ഇസ്രായേലിനെ ശപിക്കുന്നതിന് പകരം ബിലയാം അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലല്ല, 4 പ്രാവശ്യം ബിലയാം അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും മറ്റുള്ളവരെ ശത്രുക്കളായിട്ട് കാണുമ്പോൾ ദൈവം അവരെ സ്നേഹിക്കും. നമ്മൾ അവരെ നശിപ്പിക്കുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവം അവരുടെ രക്ഷകനായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഇവിടെ യേശു കർത്താവിൻ്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കണം. ശത്രുക്കളെയും സ്നേഹിക്കുക, നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട്, കോപിഷ്ഠനായ ബാലാക്ക്. ഇവിടെ ശാപം അനുഗ്രഹമായി മാറിയപ്പോൾ ബാലാക്ക് ബിലയാമിൻ്റെ നേരെ ജ്വലിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 24 അധ്യായം 10-11 വാക്യങ്ങളിൽ നമുക്കത് വായിക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനെ പറയുന്നു: അപ്പോൾ ബാലാക്കിൻ്റെ കോപം ബിലയാമിൻ്റെ നേരെ ജ്വലിച്ചു. അവൻ കൈ ഞെരിച്ചു ബിലയാമിനോട്, എൻ്റെ ശത്രുക്കളെ ശപിപ്പാൻ ഞാൻ നിന്നെ വിളിപ്പിച്ചു. നീയോ ഇവരെ ഈ 3 പ്രാവശ്യവും ആശീർവദിക്കുകയത്രേ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നിന്റെ സ്ഥലത്തേക്ക് ഓടിപ്പോക. നിന്നെ ഏറ്റവും ബഹുമാനിപ്പാൻ ഞാൻ വിചാരിച്ചിരുന്നു, എന്നാൽ യഹോവ നിനക്ക് ബഹുമാനം മുടക്കിയിരിക്കുന്നു എന്ന് ബാലാക്ക് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. തൻ്റെ കോപത്തെ നിയന്ത്രിക്കുവാനാകാത്ത ബാലാക്കിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും സ്വഭാവം ഇന്ന് എപ്രകാരമാണ്? നമ്മിലെ ബാലാക്കിൻ്റെ സ്വഭാവം വിട്ടുകളഞ്ഞ് പുതിയ മനുഷ്യരായി ജീവിപ്പാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ശത്രുക്കളെയും സ്നേഹിപ്പാനും കോപം എന്ന വികാരത്തെ നിയന്ത്രിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.